മധ്യപൂർവ്വദേശത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തമായതോടെ ആഗോള ഇന്ധന വിതരണ ശൃംഖലയിലുണ്ടായ മാറ്റം ഇന്ത്യക്ക് പുതിയ വ്യാപാര അവസരമായി മാറുന്നു. സൗദി അറേബ്യ, UAE തുടങ്ങിയ പരമ്പരാഗത വിതരണക്കാരെ പിന്തള്ളി കെനിയയിലേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിതരണക്കാരായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം, ഇന്ധന എണ്ണ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം. ബെൽജിയം ആസ്ഥാനമായ ചരക്ക് വിവര സ്ഥാപനമായ കെപ്ലറിന്റെ കണക്കുപ്രകാരം കെനിയയുടെ ഇന്ധന ആവശ്യകത നിറവേറ്റുന്നതിൽ ഇന്ത്യയുടെ പങ്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചു. ഡാലസ് ആസ്ഥാനമായ ഊർജ്ജ സാമ്പത്തിക വിദഗ്ധൻ അനസ് അൽഹജിയും ഈ മാറ്റം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മധ്യപൂർവ്വദേശത്തെ സംഘർഷം മൂലം പരമ്പരാഗത വിതരണ പാതകളിൽ ഉണ്ടായ തടസ്സമാണ് കെനിയയെ ബദൽ വിതരണക്കാരെ തേടാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ. സാധാരണയായി സൗദി അരാംകോ, അബുദാബി നാഷണൽ ഓയിൽ കമ്പനി, എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനി തുടങ്ങിയ ഗൾഫ് മേഖലയിലെ വൻകിട സ്ഥാപനങ്ങളിൽ നിന്നാണ് കെനിയ പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവ വാങ്ങിയിരുന്നത്. എന്നാൽ വിതരണത്തിലെ അനിശ്ചിതത്വവും ഗതാഗത മേഖലയിലെ തടസ്സങ്ങളും വർദ്ധിച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി കെനിയ വർദ്ധിപ്പിച്ചു. ഇന്ത്യയിലെ സിക്ക തുറമുഖത്ത് നിന്ന് വലിയ തോതിൽ ഇന്ധനച്ചരക്കുകൾ കെനിയയിലെ മൊംബാസ തുറമുഖത്ത് എത്തിയത് ഈ മാറ്റത്തിന്റെ പ്രധാന സൂചനയാണ്. മാർച്ച് മാസത്തിൽ മാത്രം ഏകദേശം 82.38 ദശലക്ഷം ലിറ്റർ മണ്ണെണ്ണ സിക്കയിൽ നിന്ന് മൊംബാസയിലേക്ക് എത്തിച്ചിരുന്നു. ഏപ്രിൽ 186.75 ദശലക്ഷം ലിറ്റർ ഇന്ധനം കൂടി അയക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇതിൽ മണ്ണെണ്ണയ്ക്കും ഡീസലിനും വലിയ പങ്കുണ്ടായിരുന്നു. അതേസമയം കെനിയയിലേക്കുള്ള UAEയുടെ പെട്രോളിയം ഉൽപ്പന്ന വിതരണം ഗണ്യമായി കുറഞ്ഞു. ജനുവരിയിൽ പ്രതിദിനം ഏകദേശം 90,000 ബാരലായിരുന്ന വിതരണം ഓഗസ്റ്റിൽ ഏകദേശം 15,000 ബാരലായി താഴ്ന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഇന്ത്യൻ വിതരണക്കാർക്ക് കെനിയൻ വിപണിയിൽ കൂടുതൽ ഇടം ലഭിച്ചു. ആഫ്രിക്കൻ വിപണിയിലും ഇന്ത്യയുടെ ഇന്ധന കയറ്റുമതി ശക്തമായി വളരുകയാണ്. ജൂലൈയിൽ ആഫ്രിക്കയിലേക്കുള്ള ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പന്ന കയറ്റുമതി മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 66% വർദ്ധിച്ച് റെക്കോർഡ് നിലവാരത്തിലെത്തി. റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് മൂന്നാം രാജ്യങ്ങളിൽ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ യൂറോപ്യൻ യൂണിയൻ നിയന്ത്രണം ശക്തമാക്കിയതും ഇന്ത്യൻ ഇന്ധനങ്ങൾ ആഫ്രിക്കയിലേക്ക് കൂടുതൽ ഒഴുകാൻ കാരണമായി. ഇന്ത്യയുടെ വലിയ എണ്ണ ശുദ്ധീകരണ ശേഷിയാണ് ഈ വളർച്ചയുടെ പ്രധാന അടിത്തറ. രാജ്യത്തെ 22 ശുദ്ധീകരണശാലകൾക്ക് പ്രതിവർഷം ഏകദേശം 258.1 ദശലക്ഷം ടൺ ശേഷിയുണ്ട്. ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ 90%-ലധികവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരനുമാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏകദേശം 61.5 ദശലക്ഷം ടൺ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു. ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ശുദ്ധീകരണ സമുച്ചയം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ സമുച്ചയമാണ്. വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് വിവിധ ഗുണനിലവാരത്തിലുള്ള ഇന്ധനങ്ങളാക്കി മാറ്റാനുള്ള ഇന്ത്യയുടെ ശേഷി ആഗോള വിപണിയിൽ രാജ്യത്തിന് വലിയ നേട്ടം നൽകുന്നു. കെനിയയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധവും ഇതോടൊപ്പം ശക്തമാവുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $4.31 ബില്യൺ അമേരിക്കൻ ഡോളറിലെത്തി. ഇതിൽ ഇന്ത്യയുടെ കയറ്റുമതി $4.01 ബില്യൺ ആയിരുന്നു. മധ്യപൂർവ്വദേശത്തെ സംഘർഷങ്ങളും ആഗോള വിതരണ ശൃംഖലയിലെ മാറ്റങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ ആഫ്രിക്കൻ വിപണിയിൽ ഇന്ത്യൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കെനിയയിലെ സംഭവവികാസം ആഗോള ഇന്ധന വ്യാപാരത്തിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന സ്വാധീനത്തിന്റെ മറ്റൊരു പ്രധാന സൂചനയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.